ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലലാടം ലാവണ്യ ദ്വിതിവിമലമാഭാതി തവയ ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം വിപര്യാസന്യാസാദുഭയമപി സംഭൂയ ചമിധാ സുധേലേപസ്യൂതിഃ പരിണമതിരാകാരി മകരാ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 46. സർവേശ്വരിയായ അമ്മയ്ക്ക് നമസ്കാരം. ദേവിയുടെ തിരുനെറ്റി കീഴ്മുഖമായിരിക്കുന്ന അർദ്ധചന്ദ്രനായും ദേവി ശിരസിലുള്ള കിരീടത്തിലെ ചന്ദ്രക്കലയെ മേൽമുഖമായിരിക്കുന്ന അർദ്ധചന്ദ്രനായും ഉൽപ്രേക്ഷിക്കുന്നു. ഇവിടെ ഈ ചന്ദ്രക്കലകളെ ഒന്ന് മാറ്റിവെച്ചാൽ കിരീടത്തിലെ അർദ്ധചന്ദ്രനെ കീഴ്മുഖമായും ലലാടം എന്ന ഫാലചന്ദ്രനെ മേൽമുഖമായും തിരിച്ചുവെച്ചാൽ രണ്ടും ഒന്നിച്ചു ചേർന്ന് പൂർണ്ണചന്ദ്രനായി ഭവിച്ച് പ്രകാശിക്കുന്നു. ഈ പൂർണ്ണചന്ദ്രൻ അമൃതരസം പൊഴിക്കുന്നു. ലലാടം എന്ന അർദ്ധചന്ദ്രന്റെ ഭംഗി കിരീടത്തിലെ ചന്ദ്രക്കലയേക്കാൾ എത്രയോ അധികം മഹിമയുള്ളതാണ് എന്ന് സൂചിപ്പിക്കാനാണ് രണ്ടും ഒട്ടിച്ചേരാത്ത വിധം വിപരീത നിലയിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ദേവിയുടെ ലലാടം അതായത് നെറ്റിത്തടം ചന്ദ്രാർദ്ധഖണ്ഡമാണെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. എവിടെയും വഴിക്ക് വീഴാതെ അമ്മേ ഞങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയാലും. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.